ചോറോ ചപ്പാത്തിയോ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായി വരുന്ന ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി കാണാം. അതിന് വേണ്ടിയിട്ട് 3 എഗ്ഗ് ബോയിൽ ചെയ്തെടുത്തതാണ്. കട്ട് ചെയ്തിട്ടോ മുഴുവനായിട്ടും എടുക്കാം. ഇനി അത്യാവശ്യം ക്വാണ്ടിറ്റിയുള്ള 2 വലിയ തക്കാളി, ഗ്രേവിക്കനുസരിച്ച് തക്കാളി ഉള്ളിലേക്ക് എടുക്കുന്നതിൻ്റെ എമൗണ്ട് കൂട്ടിയെടുക്കാം കേട്ടോ. 3 വലിയ സവാള ചോപ്പ് ചെയ്ത് ചെറിയ കനം കുറഞ്ഞ് അരിയണം. ഇനി വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ചേർക്കുക. ഫ്ലെയിം സിമ്മാക്കി വെക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി എഗ്ഗ് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് ടൈം കുക്ക് ചെയ്തെടുക്കേണ്ട കാര്യമില്ല, ഒന്നൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് കളറൊക്കെ ഒന്ന് മാറി കുറച്ചൊരു ഹാർഡായി വരുന്ന പോലെ ആ ഒരു ടൈമിൽ എഗ്ഗ് ഇതിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഈ പാനിൽ ഈ ഒരു ഓയിലിൽ തന്നെയാണ് ബാക്കി ഗ്രേവിയും കൂടി ചെയ്തെടുക്കുന്നത്. ഒരുപാട് എണ്ണ വേണമെന്നുള്ളവർക്ക് കുറച്ചധികം ഒഴിച്ചു കൊടുക്കാം. രാത്രി വീഡിയോ എടുത്തുകൊണ്ടാണ് കുറച്ച് ക്ലിയർ കുറവ്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കുക. കുറച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി സവാള ചേർത്ത് കൊടുക്കാം. സവാള നല്ലോണം വഴറ്റിയെടുക്കണം. സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതിൻ്റെ ഒരു ഗ്രേവിക്ക് തന്നെ നല്ല ടേസ്റ്റാണ്. ഡാർക്ക് ഷെയ്ഡ് ആവുന്നത് വരെ സവാള വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് അടച്ച് വെച്ച് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. തക്കാളി നല്ല സോഫ്റ്റായി വരണം. തക്കാളി നല്ലതുപോലെ ഉടച്ചെടുക്കാം കേട്ടോ. ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡബിളാക്കി എടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കുക. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗ് കൂടി ചേർത്ത് കൊടുക്കുക. എഗ്ഗ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കരുത്, പൊട്ടിപ്പോവും. ഇതിന് മുകളിലായിട്ട് മസാല ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇനി കുറച്ച് സമയം കുക്ക് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. ചപ്പാത്തിൻ്റെ കൂടെ നോർമൽ റൈസ് ആയാലും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണിത്.